സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പെത്തി. സാമൂഹിക സുരക്ഷാ പെൻഷൻ, മാർച്ച് മാസത്തിലെ പെൻഷനും തനത് പെൻഷനും കുടിശ്ശിക വിതരണവും സർക്കാർ പ്രഖ്യാപിച്ചു. സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. 62 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്കാണ് സഹായം എത്തിച്ചേരുക. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനം കുടിശ്ശിക വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് 1600 രൂപയും ഏപ്രിൽ മാസത്തിൽ തനത് പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക തുകയും കൂടി ചേർത്ത് 3200 രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ധനവകുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് 605 കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമാവുകയും ചെയ്തു. നാളെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ സംവിധാനം വഴി നടക്കും. തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കും. സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കും അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും തുക എത്തിച്ചേരും. പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കും. വലിയ ഒരു വിഭാഗം അനർഹർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായി. വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർക്കുള്ള കേന്ദ്രവിഹിതത്തിന്റെ വിതരണം നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ്. അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ മുതൽ തുക എത്തിത്തുടങ്ങി. നിലവിൽ 200 മുതൽ 500, 1000 ഇത്തരത്തിൽ കുറവ് വന്നവർക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.